നമ്മൾ കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ ഗൊണ്ടോളകളുടെ പാർക്കിംഗ് സ്പേസ് കണ്ടു. അവിടെ തന്നെയാണ് ഗൊണ്ടോളകൾക്ക് ടിക്കറ്റ് എടുക്കുന്ന ടിക്കറ്റ് കേന്ദ്രവും. ഇവിടെ തന്നെ നമുക്ക് വിലയും ചോദിക്കാമെന്ന് വിചാരിച്ച് ഞാനും അജുവും വില ചോദിക്കാനായി അവരുടെ അടുത്തേക്ക് എത്തി. അവരുടെ ടിക്കറ്റ് കൗണ്ടർ ആണിത്. ഇവിടേക്ക് ചെന്നപ്പോൾ തന്നെ ഒരാൾ നമ്മളെ അറ്റൻഡ് ചെയ്തു. അരമണിക്കൂറിന് 90 €. നമുക്ക് നോക്കാം. വെനീസിന്റെ അന്തർമുഖങ്ങൾ കാണാതെ ഗൊണ്ടോള യാത്ര നടത്തിയതുകൊണ്ട് ഒരു പ്രയോജനവുമില്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ ഞാൻ വെനീസിന്റെ അന്തർമുഖങ്ങളിലേക്ക് കയറാനുള്ള പരിശ്രമമായി. ഗൊണ്ടോള യാത്ര പിന്നീടാവാമെന്നുള്ള നിഗമനത്തിലേക്ക് എത്തി ഞാൻ യാത്ര തിരിച്ചു. ഒരു സോളോ ട്രിപ്പ്. ഞാൻ എല്ലാ ചെറിയ വഴികളുടെ ഉള്ളിൽ കൂടെ ഒന്ന് ജസ്റ്റ് നടന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഇതൊരു പ്ലാസ പോലെ ഇരിക്കും കേട്ടോ. ഇതൊരു കിണറാന്ന് തോന്നുന്നു ഗൈസ്. ഇത് മൂടിയിട്ടേക്കാന്ന്. ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങ് അറ്റം വരെ ഓരോ ചെറിയ ചെറിയ വഴികളാണ് ഗൈസ്. എനിക്ക് ഇത്രയും നേരം നടന്നതിൽ നിന്ന് മനസ്സിലായത് ഇവിടെ എല്ലായിടത്തും അത്യാവശ്യം ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ബാക്ക് വാട്ടേഴ്സ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ബാക്ക് വാട്ടേഴ്സ് വെച്ചിട്ട് തന്നെ ഇവിടെയുള്ള ആളുകൾ നമ്മൾ ടൂറിസ്റ്റുകാർ വരുമ്പോൾ തന്നെ നമ്മൾ നടന്നു വരുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലേക്ക് പൂക്കൾ കൊണ്ടു തരും. വേണ്ടാന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല. എന്നിട്ട് പറയും അവർ സ്മോൾ എമൗണ്ട് ഓഫ് മണി മതി, എന്തെങ്കിലും തന്നാൽ മതി എന്ന് പറയും. നമ്മൾ ചിലപ്പോൾ 1 രൂപ 2 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത് പറ്റില്ല, വേറെ നിങ്ങൾ വേറെ ഒരു 5 രൂപ താ അല്ലെങ്കിൽ 10 € താ എന്നും പറഞ്ഞിട്ട് നമ്മളോട് ജസ്റ്റ് അഗ്രസീവായിട്ടുള്ള രീതിയിൽ, കൂടുതൽ അഗ്രസീവായി വെറുതെ അല്ല ഇവിടെ പോലീസുകാരൊക്കെ നിൽക്കുന്നുണ്ട്. ഞാൻ ഓരോ ചെറിയ വഴി കൂടെയാണ് ജസ്റ്റ് നടക്കുന്നത്. ഇവിടേക്ക് എന്തൊക്കെയാണ് എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു താല്പര്യത്തിൻ്റെ പുറത്ത് നടക്കുന്നതാണ്. ഇത് ലോക്കൽസ് ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന വഴികളാണ് കേട്ടോ. ചെറിയ ചെറിയ വഴികളാണ്. ഇവിടെ പിസ്സ ഉണ്ട്. 3 € പിസ്സ കിട്ടും. മോളിൽ തന്നെ ഒരുപാട് പൂക്കൾ വെച്ചിട്ട് 2 സൈഡും അലങ്കരിച്ചേക്കുന്നു. നടന്ന് ഒരുപാട് അകലം എത്തി. വെനീസിന്റെ സ്ട്രീറ്റ് വ്യൂ പിടിക്കാനായിട്ടാണ് ഞാൻ ഈ യാത്ര തിരിച്ചത്. എനിക്ക് പരിചിതമല്ലാത്ത ഒരു നഗരമാണ് വെനീസ് നഗരം. ഇതിലെ തെരുവുകളിൽ നടന്നു കഴിഞ്ഞപ്പോൾ മറഞ്ഞിരിക്കുന്ന പള്ളികളും ചരിത്രപരമായിട്ടുള്ള കെട്ടിടങ്ങളും പ്രാദേശിക കരകൗശല വിദഗ്ധർ പണി കഴിപ്പിച്ച ബോട്ടുകളെല്ലാം കണ്ടു. ചില കെട്ടിടങ്ങളുടെ പിന്നാമ്പുറത്ത് തന്നെ കെട്ടിയിട്ടിരിക്കുന്ന സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ബോട്ടുകളും പരിചിതമല്ലാത്ത ഒന്നായി. ഐസ്ക്രീം കഴിക്കാൻ തോന്നുന്നു പാലം കയറി വന്നപ്പോ. ഞാൻ നേരത്തെ അവിടെ നിന്നിരുന്നത്. ഇവിടെ ഒരു വലിയ പ്ലാസ പോലത്തെ ഏരിയ ആണ്. ഈ ഒരു ബാക്ക് വാട്ടറിന് മണമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്നത്. വഴിയുണ്ട്. നമ്മളൊരു മ്യൂസിയത്തിന്റെ ഉള്ളിലെത്തി. മൈ ഗോഡ്, എന്തോ ഞണ്ടോ. ചെറുതായിട്ടൊന്ന് വഴി തെറ്റി. എനിക്ക് മൊബൈൽ പിടിച്ചിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരെണ്ണത്തിൽ വീഡിയോ എടുക്കാനും മറ്റേ എണ്ണത്തിൽ വഴി അറിയാനും. പാലങ്ങളായിരുന്നു, വലിയ പാലങ്ങളാണ്. അതിന്റെ മോളിൽ നിന്ന് എടുക്കാനായിട്ട് നല്ല രസമാണ് അതിന്റെ വ്യൂ കാണാനായിട്ട്. അങ്ങനെ ഗൈസ് നമ്മൾ വലിയ പാലത്തിന്റെ അവിടെ എത്തി. ആകെ ക്ഷീണിച്ച് തളർന്ന്, ഭയങ്കരമായിട്ട് തളർന്ന്. അതിലൂടെ ഐസ്ക്രീം മേടിച്ചുകൊണ്ടിരിക്കുക. ഇതിന്റെ താഴെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എങ്ങനെയുണ്ട് ഐസ്ക്രീം? നല്ലതാണോ? 3 രൂപയ്ക്ക് ഉണ്ടോ? 3 € ആണ്. ഞാൻ ചെറിയ ചെറിയ ഇടവഴിയിൽ കൂടെയൊക്കെ നടന്നു വന്നപ്പോ കണ്ടൊരു പിസക്കടയാണ് കേട്ടോ. അത്യാവശ്യം ഒരുപാട് ആളുകൾ കേറുന്ന ഒരു കടയാണ്. പിസക്കൊക്കെ അത്യാവശ്യം നല്ല വലുപ്പവും ഉണ്ട്, വിലയും കുറവാണ്. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ കേറാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങള് ഇതിന്റെ ഉള്ളിൽ കയറി. ഒരു മാർഗരീത്ത പിസയും ഒരു അൽക്കച്ചോഫ പിസയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഇച്ചായനെ കാണാത്തത് കൊണ്ട് ഇച്ചായന് വേണ്ടിയിട്ടുള്ള പിസ പാഴ്സൽ എടുത്തു. ഇച്ചായൻ വേറൊരു ദ്വീപിലേക്ക് പോയേക്കാണ്. അവിടുത്തെ കാഴ്ചകളൊക്കെ വന്നിട്ട് നമുക്ക് ചോദിക്കാം. അങ്ങനെ അജു പിസയും കൊണ്ട് ഫ്രണ്ട് ഏരിയയിലേക്ക് വന്നു. ഉള്ളിൽ
വെച്ച് കഴിക്കാനുള്ള സാവകാശമൊന്നും ഞങ്ങൾക്ക് ഉണ്ടായില്ല. കാരണം അടുത്ത സ്ഥലത്തേക്ക് പോവാനായിട്ടുള്ള തത്രപ്പാടിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. പിസ്സ 2 ഓർഡർ ചെയ്തത്. നമ്മൾ പിസ്സ മേടിച്ചു. ഞാൻ മേടിച്ച പിസ്സ മാർഗരീറ്റയാണ്. ഇത് മേടിച്ചത് അൽക്കച്ചോഫയുടെ പിസ്സയാണ് വിത്ത് ഫാന്ത. എനിക്കാണെങ്കിൽ മധുരം വേണ്ടാത്തത് കൊണ്ട് ഞാനൊരു വെള്ളം മേടിച്ചു. ഇരിക്കാനായിട്ടൊരു സൗകര്യം കുറവാണ്, കാരണം ഒരുപാട് ദൂരത്തിലാണ് ഇവിടെ എൻ്റെ സ്റ്റാൻഡ്. പക്ഷെ നല്ല രസമുണ്ട്. പിസ്സ അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ്. ചീസൊക്കെ കിട്ടും. അടിപൊളിയൊക്കെ കിട്ടും പിസ്സ. അജൂട്ടൻ ഒരു പിസ്സ മേടിച്ചു. അത് അജൂട്ടന് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ അത് മുഴുവൻ തിന്നു. എന്നിട്ടിപ്പോ മാർഗരീത്ത പിസ്സ വാങ്ങിച്ചേക്കാണ്. നിങ്ങൾക്ക് പിസ്സ വേണം ഗൈസ്? അങ്ങനെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമേ ഇവനോട് പറഞ്ഞതായിരുന്നു, ഇവൻ നോക്കി കണ്ടു പഠിച്ചായിരുന്നെങ്കിൽ നല്ലൊരു പിസ്സ കഴിക്കായിരുന്നു. സ്പെയിനിൽ അത്യാവശ്യം നല്ല ഫേമസ് ആയ പിസ്സയാണ് മാർഗരീത്ത. അതുകൊണ്ട് ഇച്ചാനുള്ളത് നമ്മൾ മാർഗരീത്ത പാഴ്സൽ എടുക്കാം. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാം. ഇവിടെ കുറെ മാഹിൻസ് ഉണ്ട്. എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഞാൻ ഈ ചാൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ മാഗ്നറ്റ് എടുക്കുന്നത് നിർബന്ധമാണ്. ഒരുമിച്ചുള്ള യാത്രയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മാഗ്നറ്റ് ആണിത്. പക്ഷെ ഇത് എടുക്കാനും തോന്നുന്നുണ്ട്, എടുക്കാതിരിക്കാനും തോന്നുന്നുണ്ട്. ചിലപ്പോൾ ഞാനത് വാങ്ങിക്കുമ്പോഴായിരിക്കും ഇതുപോലെ തരണം ഇച്ചാനും വാങ്ങിക്കുന്നത്. അതുകൊണ്ട് അതിവിടെ ഇട്ടിട്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടന്നു. നമ്മളിപ്പോൾ ഉള്ളത് വെനീസ് റൊണാൾഡോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവത്തിന്റെ ഫ്രണ്ടിലാണ്. ഫോട്ടോഗ്രാഫിയാണ് ഇതിനകത്ത് ചെയ്തു വെച്ചേക്കുന്നത്. ഇതാണ് ഇതിന്റെ എൻട്രൻസ്. ഏതോ ഒരു വലിയ ഓഡിറ്റോറിയമാണ്. ഓഡിറ്റോറിയത്തിലാണ് ഇവരിതുപോലെ തന്നെ എല്ലാം നിരത്തി വെച്ചിരിക്കുന്നത്. കൊളംബിയ, ഓരോരോ സ്ഥലങ്ങളിലെ ഫോട്ടോഗ്രാഫാണിത് വെച്ചേക്കുന്നത്. കൽക്കട്ട സ്ട്രീറ്റ്, ഇതെല്ലാം ഇന്ത്യയാണ് ഗൈസ്. ഈ മോഡലത്തെ തരസാനം തന്നെ അടിയിലേക്ക് വെച്ചേക്കുന്നു. ലഡാക്ക് ഇന്ന് എടുത്ത ഫോട്ടോയാണ്. ഇവിടെ ഒരുപാട് ഫോട്ടോഗ്രാഫ്സും കാര്യങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം എല്ലാം കണ്ടു കഴിഞ്ഞു. ഫ്രീ എൻട്രൻസ് ആണ്. കലയെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് വെനീസിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെയും കുറേ ഫ്രീ എൻട്രൻസ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. അങ്ങനെ കുറച്ചു നേരത്തെ ഇടവേളയ്ക്ക് ശേഷം ഇച്ചാനെ കണ്ടെത്തിയിരിക്കുകയാണ്. വെനീസിലെ പബ്ലിക് ആയിട്ടുള്ള ഒരു വാഷ്റൂമാണ്. ഭയങ്കര വെൽ നീറ്റ് ആൻഡ് ക്ലീൻഡ് ആയിട്ടുള്ള വാഷ്റൂം. വെനീസിന്റെ സെന്ററിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരു ചെറിയ സോനിയർ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരുപാട് സംഭവങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ടീഷർട്ട് കുറേ പ്രാവശ്യം നോക്കി നടന്നിരുന്നു. പക്ഷേ അതെ, ഇവിടെയാണ് ടീഷർട്ടിന്റെ കടകൾ. തൊപ്പിയും കാര്യങ്ങളും പിന്നെ വെനീസിലേക്ക് വരുമ്പോൾ ഉള്ള ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സങ്കടകരമായ വാർത്ത എന്ന് പറയാനായിട്ട്, വാഷ്റൂം യൂസ് ചെയ്യുന്നതിന് ഇവിടെ പൈസ കൊടുക്കണം. ഇതാണ് നമുക്ക് ആകെ യൂസ് ചെയ്യാൻ പറ്റുന്ന വാഷ്റൂം. യൂറോപ്പിലുടനീളം ട്രാവൽ ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞത്, അവിടെ യൂറോപ്പിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഈ വാഷ്റൂമിനൊക്കെ പൈസ കൊടുക്കണം എന്നാണ്. പക്ഷെ സ്പെയിനിൽ പൈസ കൊടുക്കണ്ട, പക്ഷെ ഇറ്റലിയിൽ എല്ലാത്തിനും പൈസ കൊടുക്കണം. ഞങ്ങൾ ₹1.50 വെച്ച് കൊടുത്തിട്ടാണ് വാഷ്റൂം യൂസ് ചെയ്തത്. സോ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു കാഴ്ചകൾ. ഇവിടെ വേറൊന്നുമില്ല. ഇനി നമുക്ക് കുറച്ച് അധികം നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് എത്തിച്ചേരും. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇപ്പം ഏകദേശം സന്ധ്യയായി. വെനീസിൻ്റെ എന്താ പറയുക, രാവിലത്തെ ആ ഒരു ഭംഗിയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു. അപ്പോൾ വൈകുന്നേരം വരുമ്പോൾ വേറൊരു കാഴ്ചയാണ്. അപ്പോൾ നമുക്ക് വേറിട്ടൊരു കാഴ്ച കാണാം. നമ്മളെ ഏറ്റവും വലിയ പാലത്തിന്റെ മണ്ടയിലേക്ക് ശരിക്കും പറഞ്ഞാൽ മഴ പെയ്യണൊരവസ്ഥയാണ്. നമ്മൾ ഫെയറി കയറിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഇവിടെ ഇതിന്റെ പുറകിലായിട്ട് എന്താ ഉള്ളതെന്ന് പറഞ്ഞേ? എന്താ നമ്മള് ഫെയറി കയറി പോണത്? അത് ഇവിടെ മൊത്തം ഈ നടന്നു കാണുന്ന എളുപ്പമല്ല. അപ്പം നടന്നു കഴിഞ്ഞത് മൊത്തം നമ്മൾ നടന്നുകൊണ്ടിരിക്കേണ്ടി വരും. അതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ലൊക്കേഷന് പോയിട്ട് ആ ഓരോ സ്ഥലങ്ങളിലേക്ക് നടക്കാൻ നമുക്ക് അവിടെ എത്താം. എന്നിട്ട് അവിടെയുള്ള സ്ഥലങ്ങൾ കാണാം. ഇവിടെ ആകെ ഇതിന്റെ ഇടയിൽ വേറെ കുറെ മാർക്കറ്റുകൾ ഇവിടുന്നുണ്ട്. ചെറിയ ചെറിയ ബ്രിഡ്ജൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇനിയിപ്പോ അതിന് ഫെയറി കയറി കാണാൻ പോവാണ്. എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കണം.
ഇതിന്റെ അകത്തത് ഇങ്ങനെ കാട്ടിട്ട് നമുക്ക് 1 ഡേ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നാളെ ഫുള്ളായിട്ട് നമുക്ക് കറങ്ങാൻ പറ്റും. ചേച്ചാൻ്റെ പേര് വന്നിട്ടുണ്ടോ? ഇല്ല, ഡെയിലി എന്ന് പറഞ്ഞോ തന്നെ. അജുവിന്റെ പക്ഷെ അജയ് ജോഷി എന്ന് പറഞ്ഞ വന്നെ. ഡെയിലി എന്ന് പറഞ്ഞത് ഇവൻ ഇതുണ്ടാവും പേര് ആഡ് ചെയ്ത് ഓൺലൈനിൽ എടുത്തോണ്ട്. നമ്മുടെ പേര് വന്നു. നല്ലൊരു 2 ഇതിൽ തന്നെ കയറാൻ പറ്റുമോ നോക്കണം. സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയി ഇരിക്കായിരുന്നു. ഇവിടെ തന്നെ അടിച്ചു കയറാനായിട്ട് നേരെ കയറിയാൽ മതിയോ? രണ്ടിതാ നമ്മള് എന്റെ അച്ഛൻ്റെ കയ്യിലുണ്ടോ? അടിക്കലടിക്കലേ അവിടെ കയറും. അവനോടെ 10 മിനിറ്റ് കൂടുന്നുണ്ട്. ഗൈസ്, അപ്പൊ ഞങ്ങള് നമുക്കിത് ഫുള്ള് ഇറങ്ങിയാലോ ഇതിനകത്ത് തന്നെ. എന്ത് ഭംഗിയാ അത് പേര് കാണാൻ. വെള്ളത്തിൽ കൂടെ പോണതിന്റെ വീഡിയോസ് പുറത്ത് വെള്ളത്തിൽ കൂടെ പോകുമ്പോ കാണാമോ? ഉച്ചക്ക് വരുമ്പോഴാണ് ഇത് നമ്മള് നടന്ന സ്ഥലം. ഞാൻ രാവിലെ തന്നെ തിരിച്ച് നടന്ന സ്ഥലം. നമ്മൾ ഇതുപോലത്തെ വണ്ടിയിലല്ലേ കയറിയേക്കണേ? സ്റ്റോപ്പാണത്. വെള്ളത്തിൽ പൊന്തി കിടക്കുന്ന ബ്രിഡ്ജ്. അതിന്റെ മുകളിൽ കൂടെ അതിന്റെ തൊട്ടടുത്ത് വന്നിട്ടാണ്. ഇതിന്റെ തൊട്ട് ആ സൈഡിലേക്ക് ഈ വലിയ ബോട്ട് പോകൂല, കാരണം അവിടെ വെള്ളം കുറവാ. ഇപ്പൊ വെള്ളം കേറിക്കൊണ്ടിരിക്കുക വീണ്ടും. നമ്മള് രാവിലെ വന്നു കഴിയുമ്പോ വെള്ളം ഉണ്ടായിരുന്നു, ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു. നമ്മൾ നെക്സ്റ്റ് ചെല്ലാൻ പോകുന്നത് അടുത്ത ദ്വീപിലേക്കാണ്. എന്തായാലും അടുത്ത വീഡിയോയിൽ തുടർന്നുള്ള കാഴ്ചകൾ കാണാം. സ്റ്റേ ട്യൂൺഡ്.